എറണാകുളത്തുകാർ തൃക്കാക്കരയപ്പനെ വരവേറ്റിട്ട് സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ഓണസദ്യ കഴിക്കുന്നതിലേക്ക് പോയിരിക്കുകയാണ്. ഓണം നിറവെന്ന് പറയുന്നത് സദ്യയുടെ നിറവാണ്. സദ്യ കഴിക്കുമ്പോഴാണ് ഓണം ആഘോഷത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക. അല്ലാതെ പൂക്കളം ഇട്ടിട്ടൊന്നും കാര്യമില്ല. സദ്യയാണ് പ്രധാനം, അല്ലേ? അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുരേഷ് ബാബുച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. സുരേഷ് ബാബുച്ചേട്ടൻ നമ്മുടെ സ്ട്രിങ്ങറാണ്. അദ്ദേഹം ഇപ്പോൾ കുടുംബമായിട്ട് ഓണം ആഘോഷിക്കുകയാണ്. എല്ലാവരും സദ്യ കഴിച്ച് തുടങ്ങിയില്ലേ? അങ്ങനെ ഈ സദ്യ കഴിച്ചാൽ ഓണം തീർന്നു, അങ്ങനെയാണോ? ഓണം തീർന്നല്ല, ഓണത്തിൻ്റെ ഒരു തൃപ്തി വരും നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഓരോ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവും. ചിലർ കുട്ടികളാകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കടൽ കാണാൻ പോകും. ഇപ്പം കടൽ കാണേണ്ട ആവശ്യമില്ലല്ലോ, എവിടെ പോയാലും കടൽ കാണാൻ പറ്റും. ഈ ഓണം നിറവെന്ന് പറഞ്ഞാൽ ഉണ്ട് നിറയണം, അല്ലേ? ഉറപ്പായിട്ടും. അത് നമ്മുടെ തനതായിട്ടുള്ള വിഭവങ്ങളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇപ്പം നഗരങ്ങളിലൊക്കെ കാണുന്നത് പാർസൽ വാങ്ങുകയാണ്, പക്ഷെ ഇവിടെ നിങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ ആചാരപ്രകാരം അങ്ങനെ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളതാണ്. ഇപ്പം സൗകര്യക്കുറവ് കൊണ്ടും ആൾക്കാരുടെ മടി കൊണ്ടും പുറത്തുനിന്ന് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സുരേഷ് ബാബു ചേട്ടൻ. സുരേഷ് ബാബു ചേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെയൊക്കെ ഉണ്ട്? അടിപൊളി. ഏതായാലും വന്നതിലും ഇങ്ങനെ ഒരു നല്ലൊരു സദ്യ ഞങ്ങൾക്ക് തന്നതിലും ആയിരം നന്ദി. നേരത്തെ പറഞ്ഞാൽ മോൾ ഡോക്ടറായതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അതെ, മോൾ ഡോക്ടറായുള്ള ആദ്യത്തെ വർഷമാണ്. അതും ഏറ്റവും വലിയ സന്തോഷമാണ്. അതിലും ഇത് കഴിഞ്ഞിട്ട് പരിപാടി? ഇത് കഴിഞ്ഞിട്ട് ഞാൻ വൈഫ് ഹൗസിലേക്ക് കോട്ടയത്തേക്ക് പോകും. അവിടെ തിരുവാർപ്പിൽ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക്, എന്നിട്ട് നാളെ ഇങ്ങോട്ട് പോയി തിരിച്ചു. എല്ലാ വർഷവും ചടങ്ങ്. പുറത്തായിരുന്നു കൂടുതൽ കാലം ജീവിച്ചതല്ലേ? പുറത്തെ ഓണമാണോ ഈ നാട്ടിലെ ഓണമാണോ ഏറ്റവും നല്ലത്? നാട്ടിലത്തെ ഇഷ്ടം. പുറത്തല്ലേ കുറച്ചും കൂടെ ഇവിടെ ഒരു ട്രഡീഷനൊക്കെ കൂടുതൽ കാണുന്നത് നാട്ടിലാണ്. അവിടെ നമ്മൾ എല്ലാ ഓണം ആഘോഷിക്കാത്ത ആൾക്കാരെ ക്ഷണിച്ച് അവർക്ക് സദ്യ കൊടുക്കൽ അങ്ങനെയൊക്കെയാണ്. ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് ഉള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഇത് ഇവിടെയാണ്. ഓണം എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ ഒപ്പം ആവണം, അല്ലേ? അതെ. ഈ കുടുംബത്തിലെ 2 ജൂനിയേഴ്സിനെയും കൂടെ പരിചയപ്പെടുത്തി തരാം. പേരെന്തായിരുന്നു? അമൃത. ഈ ഡോക്ടർ ആദ്യത്തെ ഓണം അല്ലേ? എങ്ങനെയുണ്ട്? നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ. നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടിയും കോലും കളിയില്ലേ, ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയാണ്? ഉണ്ട് കഴിഞ്ഞാൽ എന്താ പരിപാടി? സദ്യ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഫുഡ് സ്ലംബ് വരുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും ആയിട്ടിരുന്ന് ഇങ്ങനെ ഇരിക്കാം, സംസാരിക്കാം. ഓണത്തിനൊരു സിനിമയ്ക്കൊന്നും പോകുന്നില്ല? ഇപ്പം ഇല്ല, യാത്രകളുടെ ഇടയിലാണല്ലോ ഇന്നും നാളെയൊക്കെ. ഒരു ഓണപ്പാട്ടിൽ അതെങ്ങനെയാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ അവസാനിക്കുക? നമുക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടാമോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി ഓണം ആയെന്നോ ഓണം പോയെന്നോ? വന്നു പോലെ ഇപ്പൊ പോയില്ലേ? തീർന്നില്ലേ? സദ്യ കഴിഞ്ഞു, ഇപ്പൊ തീർന്നു. എല്ലാവരും വീട്ടിലൊക്കെ ഓണം ആഘോഷിച്ചിട്ട് പിന്നെ മറ്റു ബന്ധുവീടുകളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ പഴയകാല ഓർമ്മകൾ പുതുക്കുകയാണ്, യാത്ര. അതൊക്കെയാണ് ഇപ്പോൾ പലരും ചെയ്യുന്നത്. മറ്റേ കൂട്ടം ചേർന്ന് കളികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ കുറവാണെങ്കിൽ പോലും ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഒരു സമയമായിട്ട് ഈ ഓണക്കാലം മാറുകയാണ്. അങ്ങനെ ഈ കുടുംബത്തിനോടൊപ്പം നമ്മളും ഓണം ആഘോഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ.